ഹലോ ഓൾ, JEE ബീറ്റ് ദ ക്ലോക്ക് സീരീസിലെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ഒരു ട്രിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. മേ ബി നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവാം, പക്ഷേ എന്നാൽ പോലും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. അപ്പോൾ ഇതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഞാൻ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതിന് പിന്നിലുള്ള ലോജിക്ക് ആദ്യം പറഞ്ഞുതരാം. പോയിന്റ് പൊട്ടൻഷ്യൽ മെത്തേഡ് എന്നാണ് നമ്മൾ യൂഷ്വലി ഇതിനെ വിളിക്കാറുള്ളത്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് രണ്ട് സെല്ല് ഇവിടെ എടുത്തിട്ടുണ്ട്. രണ്ട് ഡിഫറെൻറ്റ് പൊളാരിറ്റിയിലാണ് ഇതിവിടെ ഞാൻ വരച്ചിട്ടുള്ളത്. ആദ്യത്തെ സെല്ല് നോക്കിക്കഴിഞ്ഞാൽ അതും 5 വോൾട്ടാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു സെല്ലിൻ്റെ അപ്പുറവും ഇപ്പുറമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് അവിടുത്തെ എക്സാക്ട് പൊട്ടൻഷ്യൽ എത്രയാണെന്നുള്ളത് നമുക്ക് ഫോർ ദ സേക്ക് ഓഫ് ക്വസ്റ്റ്യൻ സോൾവിങ് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെല്ലിന് അക്രോസ് ആയിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 5 വോൾട്ട് ആവണം എന്നുള്ളതാണ് സെല്ലിൻ്റെ ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഒരാൾ സപ്പോസ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ 0 വോൾട്ട് എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ നെഗറ്റീവ് കഴിഞ്ഞ് പോസിറ്റീവ് ടെർമിനൽ കഴിഞ്ഞ് പാസ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സെല്ലിലേക്ക് എത്തുമ്പോഴത്തേക്കും പൊട്ടൻഷ്യൽ എത്ര ആയിട്ടുണ്ടാവണം, 5 വോൾട്ട് ആയിട്ടുണ്ടാവണം. എന്ന് വെച്ചാൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ 5 വോൾട്ട് ആയിരിക്കണം. എന്നാലാണ് സെല്ല് 5 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൺവീനിയൻ്റ് ആയിട്ട് ഒരാൾക്ക് ഏത് വാല്യൂസ് വേണമെങ്കിലും ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ 0 തന്നെ വേണമെന്നില്ല, റൈറ്റ് സൈഡിൽ V = 5 വോൾട്ട് എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, റൈറ്റ് സൈഡിൽ 5 വോൾട്ട് ആണ്, അതിനിടയ്ക്ക് ഒരു സെല്ല് വരുന്നുണ്ട്. സെല്ലിൻ്റെ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ, ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 5 ആയിരിക്കണം. അപ്പോൾ ഇവിടുത്തെ എത്ര നമുക്ക് കൊടുക്കാൻ പറ്റും, 10 വോൾട്ട് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഇവിടെ 10ഉം ഇവിടെ 5 ആണെങ്കിലും എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് 5 വോൾട്ട് ആണ്. ഇവിടെ 5ഉം ഇവിടെ 0 ആണെന്നുണ്ടെങ്കിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്, +5 വോൾട്ട് ആണ്. ഇനി തിരിച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കാം, ഞാൻ ഇവിടെ 0 വോൾട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് റിവേഴ്സ് പൊളാരിറ്റിയിലാണ് സെല്ല് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കണം, ഇവിടെ -5 വോൾട്ട് ആയിരിക്കണം. കാരണം എന്താ, -5ൽ നിന്നും അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് +5ൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നുണ്ട്. സോ ഇറ്റ് ഷുഡ് ബി 0. ഈ രൂപത്തിൽ ഒരു സെല്ലിന് അക്രോസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പം നമുക്ക് ഓരോ പോയിന്റിനും നമ്മുടെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഓരോ വാല്യൂസ് കൊടുക്കാൻ പറ്റും. അങ്ങനെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ പല ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്ലിയർ ആണല്ലോ അല്ലേ? ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായി. ഇത് ഞാൻ ഒരു എക്സാമ്പിളും കൂടി ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ 10 വോൾട്ട് ആണ് നമ്മുടെ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ A എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ എടുത്ത പോലെ തന്നെ VD എന്ന് പറയുന്നത് ഞാൻ എത്ര ആക്കിയിട്ട് എടുക്കുകയാണ്, 0 ആക്കിയിട്ട് ഞാൻ അങ്ങ് വിചാരിക്കുകയാണ്, അസ്യൂം ചെയ്യാണ്. അത് 0 ആണെങ്കിൽ A എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും, ഇവിടെ ഒരു സെല്ല് അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്, നെഗറ്റീവ് ടു പോസിറ്റീവാണ് അത് പാസ് ചെയ്ത് വരുന്നത്, പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. എത്ര വരും, VA എന്ന് പറയുന്നത് 10 വോൾട്ട് ആണെന്ന് വരും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 10 തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, റെസിസ്റ്റർ ഇല്ലാത്ത ഒരു പാർട്ട്, ഒരു വയറിൻ്റെ 2 ഡിഫറെൻറ്റ് പോയിന്റുകൾ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 2 പോയിന്റ്സും സെയിം പൊട്ടൻഷ്യലിലാണ് എക്സിസ്റ്റ് ചെയ്യുക. കാരണം ഇതിൻ്റെ ഇടയിൽ എന്തില്ല, റെസിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് സംഭവിക്കുന്നില്ല. ഇവിടെ 10 ആണെങ്കിൽ ഇവിടെയും എത്രയാണ്, 10 വോൾട്ട് ആണ്. സിമിലർലി ഇവിടെ 0 ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും എത്രയായിരിക്കും, 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, ഈ ഒരു റെസിസ്റ്ററിലെ കറണ്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I = ഇത് ചെയ്യാൻ ഈ മെത്തേഡൊന്നും വേണ്ട, ഡയറക്റ്റ് ആയിട്ട് 10 വോൾട്ട് ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ മതി, ശരിയല്ലേ? പക്ഷേ ഇവിടെ നമുക്കിങ്ങനെ പല ക്വസ്റ്റ്യൻസിൽ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയില്ല. ബട്ട് ഒരു റെസിസ്റ്ററിൻ്റെ 2 അറ്റത്തുള്ള പൊട്ടൻഷ്യൽ വാല്യൂസ് ഇതുപോലെ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി വളരെ എളുപ്പമല്ലേ അല്ലേ? ഒരു റെസിസ്റ്ററിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ അക്രോസ് ആയിട്ടുള്ള വാല്യൂസ് നമ്മുടെ മുന്നിലേക്ക് ഇതുപോലെ എത്തുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ആക്ച്വലി എന്താണ്, കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പോൾ ഇവിടുത്തെ കറണ്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് VB - VC ഡിവൈഡഡ് ബൈ 6 ആയിരിക്കും. ഇങ്ങനെ ഏതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡയഗ്രത്തിലും പോയിന്റ് പൊട്ടൻഷ്യൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ഓരോ പോയിന്റിലെയും പൊട്ടൻഷ്യൽ എത്രയായിരിക്കും വിത്ത് റെസ്പെക്ട് ടു സെല്ല് കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏത് റെസിസ്റ്ററിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്നുള്ളത് നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടുത്തെ വാല്യൂസ് ഇതാ 10 - 0 ആണ്. സോ ആൻസർ എന്തായിരിക്കും, 10 - 0/6 ആണ്, അഥവാ 10/6 ആണ്. അപ്പോൾ ഇത് 10/6 ആണെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞ 2 ലോജിക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 2017 JEE മെയിന് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ സെല്ലുകളും കുറച്ചും കൂടെ റെസിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇൻ ദ ബിലോ സർക്യൂട്ട് ദ കറണ്ട് ഇൻ ഈച്ച് റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദ്യം. ഓരോ റെസിസ്റ്ററിലെയും കറണ്ട് എത്രയാണ്, ഒരൊറ്റ ഓപ്ഷനേ കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ മീനിങ് എന്താ, 3 കറണ്ട് സെയിം ആണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഈ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്താണ്, കിർഷോഫിൻ്റെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയുമാണ്. അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതിനെ തന്നെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡിലൂടെ എന്ത് ചെയ്യുന്നത്, ആക്ച്വലി ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ പല കുട്ടികളും പേടിച്ചോടും, ഇത് ഒരുപാട് സെല്ലുണ്ട്, വലിയ സർക്യൂട്ടാണ്, ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ ഈ ഒരു പോയിന്റ് പൊട്ടൻഷ്യൽ മെത്തേഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അതുവേണ്ടി
ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള അതേ ലോജിക്ക് തന്നെ ഒരു സെല്ലിൻ്റെ ഒരു സൈഡിൽ ഞാൻ എന്ത് ചെയ്യുന്നു, 0 ആണെന്നുള്ളത് മാർക്ക് ചെയ്യുന്നു. ഇവിടെ 0 ആണെന്നുള്ളത് ഞാൻ മാർക്ക് ചെയ്തു. അവിടെ 0 ആണെന്നുണ്ടെങ്കിൽ ഈ സെല്ലിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ എത്രയായിരിക്കും പൊട്ടൻഷ്യൽ? 2 വോൾട്ട് ആയിരിക്കും. ഡിഫറൻസ് 2 വേണം. ഇവിടെ 2 ആണെന്നുണ്ടെങ്കിൽ ഈ മേലെ എത്രയായിരിക്കണം? അതും 2 തന്നെ ആയിരിക്കണ്ടേ, അല്ലേ? അതും 2 തന്നെ ആയിരിക്കും. അതിൻ്റെ ഇടയിൽ എന്തില്ല, വേറെ റെസിസ്റ്ററുകളായിട്ടൊന്നും കണക്ട് ചെയ്തിട്ടില്ല. ഇവിടെ 2 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെല്ല് ചാടി കിടക്കുന്ന സമയത്ത് ഇതാ ഈ പോയിന്റിലെത്തുമ്പോൾ വീണ്ടും 0 വോൾട്ടിലെത്തും. കാരണം എന്താ, ഇവിടെ നമ്മൾ സെല്ലിൻ്റെ നെഗറ്റീവ് ടു പോസിറ്റീവാണ് കവർ ചെയ്തതെങ്കിൽ ഇവിടെ തിരിച്ചാണ്. ഇവിടുത്തെ ഡിഫറൻസ് എന്തായിരിക്കണം? അത് +2 ആയിരിക്കണം, അല്ലേ? ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്താണ്? +2 ആയിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഫസ്റ്റത്തെ 1 ഓം എന്ന് പറയുന്നത് കണക്ട് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ പൊട്ടൻഷ്യലിന് അക്രോസ് ആയിട്ടാണ്? അതിൻ്റെ 2 അറ്റവും 0 വോൾട്ടിന് അക്രോസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്തപ്പോൾ. അപ്പോൾ ഒരു റെസിസ്റ്ററിൻ്റെ 2 എൻഡിലും പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? 0 ആംപിയർ ആയിരിക്കും. ഒരൊറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും 0 ആംപിയർ ആണ് ആൻസർ. ഓപ്ഷൻ സി നമുക്കിപ്പോൾ തന്നെ ചൂസ് ചെയ്യാം. കാരണം 3ലെയും സെയിം ആണെന്നുള്ളത് ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി. ഇനി വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ 0 ആണെന്നുണ്ടെങ്കിൽ 2 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ കുറയാൻ വേണ്ടത്, അല്ലേ? കാരണം പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ വാല്യൂ നമ്മൾ എന്ത് ഇട്ട് കൊടുക്കണം? -2v ഇട്ട് കൊടുക്കണം. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 0 ആയിരിക്കും. ഇവിടെ 0 ആണെങ്കിൽ അത് -2 ആയിരിക്കും. കാരണം എന്താ, ഈ ഒരു 2 പോയിന്റ്സിൻ്റെ അടുക്ക് ഒരു 2 വോൾട്ടിൻ്റെ സെൽ അവിടെ ഉണ്ട്. അപ്പോൾ അത് -2 ആണെങ്കിൽ അതേപോലെ തന്നെ ഇവിടെയും ഇതും എന്താണ്? -2. ഇനി നിങ്ങൾ നോക്കുക, ഈ സെക്കൻഡ് 1 ഓം റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് 2 -2 വോൾട്ട് എന്ന് പറയുന്ന പോയിന്റ്സിൻ്റെ ഇടയിലാണ്. അവിടെയും എന്തുണ്ടാവില്ല? കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. രണ്ടും സെയിം പൊട്ടൻഷ്യലാണ്. സിമിലർലി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് എത്രയാകും? ഇത് -4 എന്ന് പറയുന്ന പോയിന്റ് ആകും. ഇത് -4 എന്ന് പറയുന്ന പോയിന്റ് ആകും. അതും 0 തന്നെയാണ്. ആൻസർ ഓപ്ഷൻ സി. ഇതാണ് പോയിന്റ് പൊട്ടൻഷ്യൽ മെത്തേഡ്. സോ നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ കൂടെ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. ഇൻ ദ സർക്യൂട്ട് ഷോൺ കറണ്ട് ത്രൂ 25 വോൾട്ട് സെൽ. ഇങ്ങനെ മൾട്ടിപ്പിൾ സെല്ലുകളും മൾട്ടിപ്പിൾ റെസിസ്റ്ററുകളൊക്കെ തന്നിട്ടുള്ളൊരു സർക്യൂട്ടിലാണ് നമുക്ക് ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരിക. ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. നമ്മൾ പോയിട്ട് കിർഷോഫിൻ്റെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും എല്ലാം അപ്ലൈ ചെയ്ത് ഫുൾ ഡെറിവേഷൻ ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇവിടെ നിങ്ങൾ നോക്കുക, എത്ര സെല്ലുണ്ട്? 25, 30, 25, 10 വോൾട്ട് ഇത്രയും സെല്ലുകളുണ്ട്. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് റെസിസ്റ്ററുകളുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഒറ്റയ്ക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ 25ൻ്റെ ഏറ്റവും ബോട്ടം പോയിന്റിന് ഞാൻ 0 വോൾട്ട് എന്ന് അസ്യൂം ചെയ്യുകയാണ്. അത് 0 വോൾട്ട് ആണെങ്കിൽ ഈ ഒരു സെല്ല് കടന്നെത്തുന്ന ആ മുകളിലെ ടോപ്പ് പോയിന്റ് എന്തായിരിക്കും? ഇത് +25 വോൾട്ട് ഉള്ള ഒരു പോയിന്റ് ആയിരിക്കും. ഇനി താഴത്തെ ഈ ഒരു പോയിന്റ് 0 ആണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റർ ഇല്ലാതെ ഇത്രയും പോയിന്റ്സ് അതേ പോയിന്റുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാണ്? 0 ആണ്. ഇതെത്രയായിരിക്കും? ഇതും 0 വോൾട്ടാണ്, ഇതും 0 വോൾട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഇത് മുഴുവൻ നമ്മൾ മാർക്ക് ചെയ്യുന്നു. തീർന്നിട്ടില്ല. ഇത് 25 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ഇവിടെയൊക്കെ 25 എന്നല്ലേ വരിക, അല്ലേ? ഇവിടെയും 25 ആണ് വരിക. ഈ പോയിന്റിലോ അവിടുത്തെ പൊട്ടൻഷ്യലും 25 ആണ് വരിക. കാരണം അവിടെ ഒന്നും അതിൻ്റെ ഇടയിലൊന്നും എന്തില്ല, റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതോടൊക്കെ 25 ആണ്. നമുക്ക് വേണ്ടത് എന്താ? കറണ്ട് ത്രൂ 25 വോൾട്ട് സെൽ. ഈ സെല്ലിലൂടെയുള്ള കറണ്ട് എത്രയാണെന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ്ലി നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിലേക്കുള്ള കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഓരോ ബ്രാഞ്ചിലുമുള്ള കറണ്ട്, ഇതിലൂടെ എല്ലാം കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഈ സർക്യൂട്ട് നമ്മൾ ക്ലോസ്ഡ് ആക്കി കഴിഞ്ഞാൽ ഓരോ ബ്രാഞ്ചിലൂടെയും എന്ത് ഫ്ലോ ചെയ്യാൻ തുടങ്ങും? കറണ്ട് ഫ്ലോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഈ ഓരോ റെസിസ്റ്ററിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ഈ ഓരോ റെസിസ്റ്ററിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ഫൈനലി ജോയിൻ ചെയ്തിട്ട് ടോട്ടൽ കറണ്ടായിട്ട് എന്തിലൂടെ പാസ് ചെയ്യാം? നമ്മുടെ 25 വോൾട്ടിലൂടെ പാസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബ്രാഞ്ചിലെയും ഇൻഡിവിജ്വൽ കറണ്ട് എത്രയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കറണ്ടിൻ്റെ സർക്യൂട്ട് കിട്ടും. അഥവാ നമ്മുടെ ആൻസർ ആയിട്ടുള്ള കറണ്ട് ത്രൂ 25 വോൾട്ട് സെല്ല് നമുക്ക് കിട്ടും. അതാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ അഗെയിൻ എൻ്റെ പോയിന്റ് പൊട്ടൻഷ്യൽ മെത്തേഡ് യൂസ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ച് നോക്കുക. ഇത് 25 ആണെന്നുണ്ടെങ്കിൽ ഒരു 30 വോൾട്ടിൻ്റെ സെല്ല് കടന്നിട്ട് എത്തുന്ന പോയിന്റ്, ഇതിൻ്റെ പൊട്ടൻഷ്യൽ അപ്പോൾ എത്രയായിരിക്കും? അല്ലേ, അത് മൈനസിൽ നിന്ന് പോസിറ്റീവിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 25 + 30 എത്ര വരാൻ പോകുന്നത്? 55 ആണ് വരാൻ പോകുന്നത്. മനസ്സിലായോ? അതിൻ്റെ പൊട്ടൻഷ്യൽ 55 ആയിരിക്കും. സിമിലർലി രണ്ടാമത്തെ നോക്ക് നിങ്ങൾ, മുകളിൽ 25 ആണ്. ഒരു സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് നമ്മൾ കുറയാണ്, പൊട്ടൻഷ്യൽ കുറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ആൻഡ് ദ ഡിഫറൻസ് ഇസ് 20 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 25 - 25 വോൾട്ട് ആയിരിക്കും. ഓക്കെ, അടുത്തതിലേക്ക് നോക്കുകയാണെങ്കിൽ 25 ആണ്. അഗെയിൻ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യാണ്. ഓൾസോ ഡിഫറൻസ് എത്രയാണ്? 5 ആണ്. 25 + 5 ആണ് അവിടെ വരിക. 30 വോൾട്ട് ആണ് ഈ നടുക്കുള്ള പോയിന്റിൻ്റെ പൊട്ടൻഷ്യൽ. ഇനി ഇവിടെയും പോയിന്റ് പൊട്ടൻഷ്യൽ മെത്തേഡ് അപ്ലൈ ചെയ്യുക. ഇത് 25 ആണ്. 25ൽ നിന്ന് കുറയാണ് 10. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും?
25 മൈനസ് 10 എന്ന് പറയുന്നത് 15 ആകും. ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയതെന്ന് അറിയാം. ഈ ഓരോ ഇൻഡിവിജ്വൽ റെസിസ്റ്ററുകളുടെയും രണ്ട് എൻഡിലുമുള്ള പൊട്ടൻഷ്യൽ എത്രയാണെന്ന് കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഓരോന്നിലൂടെയുള്ള കറണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തുകൂടെ? ഇവിടെ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് തന്നെ 11 ഓമിലൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരറ്റത്ത് 0 നമ്മളെടുത്തു, മറ്റേ അറ്റത്ത് 55 ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അതിലൂടെയുള്ള കറണ്ട് എത്രയാണ്? 55 ഡിവൈഡഡ് ബൈ 11 ഓം ആണ്. ദാറ്റ്സ് 5 ആംപിയർ. അതുപോലെ തന്നെ രണ്ടാമത്തത് 5 ഓം ആണ്. 5 ഓമിലൂടെയുള്ള കറണ്ട് നിങ്ങൾ നോക്കുക, ഒരു സൈഡിൽ 5 വോൾട്ട് ആണ് പൊട്ടൻഷ്യൽ, മറ്റേ സൈഡിൽ 0 ആണ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് 5 ഡിവൈഡഡ് ബൈ 5 ഓം, ദാറ്റ്സ് 1 ആംപിയർ. ഇതുപോലെ തന്നെ ഇനി അടുത്തെടുക്കാം. അടുത്തത് 10 ഓം ആണ്. 10 ഓമിൻ്റെ കേസ് നിങ്ങൾ എടുത്ത് നോക്കിയേ. 10 ഓമിൽ ഒരു ഭാഗത്ത് 30 വോൾട്ട് ഉണ്ട്, മറ്റേ ഭാഗത്ത് 0 ആണ്. സോ 30 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 3 ആംപിയർ ആണ് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ലാസ്റ്റ് വൺ 5 ഓം ആണ്. സോ 5 ഓം ഇസ് ഈക്വൽ ടു എത്ര വരാൻ പോകുന്നത്? മുകളിൽ 15, താഴെ 0. സോ 15 ഡിവൈഡഡ് ബൈ 5, അത് 3 ആംപിയർ എന്ന് കിട്ടും. ഇത് മുഴുവൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? നമുക്ക് ടോട്ടൽ ഈ ഒരു താഴത്തെ ബ്രാഞ്ചിലൂടെ എല്ലാം ആഡ് ചെയ്യുന്ന കറണ്ടുകളുടെ സമ്മാണ് നമുക്ക് കിട്ടുക. സോ ആൻസർ എത്ര വരാൻ പോകുന്നത്? 5 + 1 6, 6 + 3 + 3 എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര വരും? 12 ആംപിയർ എന്നുള്ള ടോട്ടൽ ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിന് നമുക്ക് ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. കിർച്ചോഫ്സ് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും എടുത്ത് വേരിയബിൾസ് ഒക്കെ I1, I2, I3 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫുൾ സൊല്യൂഷനിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഈ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് പൊട്ടൻഷ്യൽ മെത്തേഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും പല ബുക്കുകളിലും പല PYQs അടക്കം കാണാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ആൻഡ് നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. ഓൾസോ നിങ്ങളുടെ JEE ആസ്പിറൻസ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.